അനുതപിക്കാത്ത മനോഭാവം. സുവിശേഷം വർത്തമാനത്തിൽ വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. കാലാതീതമാണ് അതിൻ്റെ പ്രഭാവം. ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കേണ്ടു എന്ന ക്രിസ്തുവിൻ്റെ വിലാപത്തിൻ്റെ പ്രതിധ്വനി ഇന്നും കേൾക്കാനാകുന്നുണ്ട്. എക്കാലത്തുമുണ്ടായിരുന്നു അത്തരം ചില ആൾക്കാർ, യാതൊന്നിനോടും സമരസപ്പെടാത്തവർ, വ്യക്തമായ നിലപാടുകളില്ലാത്തവർ, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചൂടോ തണുപ്പോ ഇല്ലാത്തവർ. ഇവരെയാണ് ഭയപ്പെടേണ്ടതെന്നാണ് ക്രിസ്തുവിൻ്റെ ഭാഷ്യം. അവർ എന്തിനേയും കുറ്റം വിധിക്കും, ആർക്കെതിരെയും വാളെടുക്കും. യോഹന്നാൻ തീവ്ര ആത്മീയനാണെന്നും ഈശോ സ്വതന്ത്ര ചിന്തയോടെ ചുങ്കക്കാരോടും പാപികളോടും ഇടപഴകുന്നവനാണെന്നും പറയും. രണ്ട് സിദ്ധാന്തങ്ങളെയും ജീവിതശൈലിയെയും ചെറുത്തു നിൽക്കുന്ന ഇവർക്ക് കമ്പോളത്തിൻ്റെ നിലപാടാണ്. അത് ലാഭനഷ്ടങ്ങളിൽ വിശ്വസിക്കുന്നു. സാഹചര്യങ്ങൾക്കും അനുകൂലനങ്ങൾക്കും അനുസരിച്ചാണ് അവരുടെ പ്രവർത്തികൾ. നിലപാടുകളില്ലാത്ത ഈ മൂന്നാം ഗണമാണ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് പോലും നിർണയിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. മാറിമറിയുന്ന നിലപാടുകളുള്ള ഇവരെയാണ് നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞരും ലക്ഷ്യം വയ്ക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശൈലികളെ വിമർശിച്ചിരുന്ന, അവൻ്റെ ജനപിന്തുണയെ ഭയന്നിരുന്ന ഫരിസേയരോടും നിയമജ്ഞരോടുമാണ് ക്രിസ്തു തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ജ്ഞാനി തൻ്റെ പ്രവർത്തികൾ കൊണ്ട് ന്യായീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. തന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തികളാണ് താൻ ചെയ്യുന്നത് എന്ന സാക്ഷ്യം. വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയുക എന്നതുപോലെ തന്നെ സ്വന്തമായ നിലപാടുകൾ ഉണ്ടായിരിക്കണമെന്നതാണ് ക്രിസ്തീയമായ വളർച്ചയുടെ കാതൽ. ചിതറിക്കിടക്കുന്ന ഇരുമ്പുതരികൾ കാന്തത്തിൻ്റെ പ്രഭാവത്താൽ മനോഹരമായ പാറ്റേണുകളായി രൂപപ്പെടുന്നത് പോലെ ചിട്ടയില്ലാത്ത ജീവിതക്രമങ്ങൾ അവൻ്റെ കൃപയാൽ കേന്ദ്രീകൃതമാകുന്നു. അനുതാപം ദൈവത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടിയാണ്. ധൂർത്തപുത്രൻ്റെ പുത്തൻ നിലപാട് തന്നെയാണ് അവൻ്റെ അനുതാപം. താൻ ഇവിടെ ആയിരിക്കേണ്ടവനല്ല എന്ന തിരിച്ചറിവിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അത് അവൻ്റെ രക്ഷയുമാകുന്നു. നോമ്പുകാലം നിലപാടുകളിലേക്കുള്ള യാത്രയാകട്ടെ. കുരിശിൻ്റെ വഴിയിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ വെറോനിക്കയാകട്ടെ നമ്മുടെ മാതൃക. നമുക്ക് ചൂടോ തണുപ്പോ ഉള്ളവരാകാമെന്ന പ്രാർത്ഥനയോടെ ആമേൻ.